സഹോദരി സഹോദരങ്ങൾ, ഒരു ദിവസത്തെ ഈ കൂട്ടായ്മയിൽ കെ കൊച്ചിനെ, അന്തരിച്ച കെ കൊച്ചിനെ കുറിച്ചുള്ളൊരു ഓർമ്മ പങ്കുവയ്ക്കുക എന്നതാണ് നിങ്ങൾ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. 1983 മുതലെങ്കിലും കെ കൊച്ചിൻ്റെ ജീവിതവുമായി, സാമൂഹികവും വ്യക്തിപരവുമായ ജീവിതമായി വളരെ അടുത്ത് ഇടപഴകാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. തികച്ചും വ്യത്യസ്തമായ, മൗലികമായ ഒരു വീക്ഷണത്തെ കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതത്തിൽ വളരെ വിശാലമായ ജ്ഞാനാന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോയ കേരളത്തിലെ അപൂർവ വ്യക്തികളിൽ ഒരാളാണ് കെ കൊച്ചൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണവും അത്യപൂർവമായൊരു സംഭവമായാണ് മലയാളി മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം 100 കണക്കിന് അനുസ്മരണ യോഗങ്ങൾ ഓൺലൈനിലും ഓഫ്ലൈനുമായി നടന്നു വരുന്നുണ്ട്. ദളിതർ സംഘടിപ്പിക്കുന്ന മീറ്റിങ്ങുകൾ മാത്രമല്ല, സമൂഹത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിലുള്ളവർ ഈ അനുസ്മരണം സംഘടിപ്പിക്കുന്നു. കോളേജുകളിൽ, സാംസ്കാരിക കേന്ദ്രങ്ങളിൽ, സാമൂഹിക പ്രസ്ഥാനങ്ങളിൽ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ കെ കൊച്ചിനെക്കുറിച്ചുള്ള സ്മരണ പുതുക്കുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഈ സന്ദർഭം നമ്മളോട് പറയുന്നത് മലയാളി സമൂഹത്തിന് മൗലികമായൊരു സംഭാവന കെ കൊച്ച് ജീവിതം കൊണ്ട് നൽകിയത് കൊണ്ടാണ് ഇത്ര വ്യാപകമായി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം നടത്തിയ കോൺട്രിബ്യൂഷൻ്റെ ചില വശങ്ങൾ മാത്രം പറയുവാനുള്ളൊരു സാവകാശമാണ് ഇപ്പോൾ ഈ പ്രഭാഷണത്തിലുള്ളൂ. ഒരുപക്ഷെ നിങ്ങളിൽ പലരും തന്നെ കെ കൊച്ചിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്രയും വിപുലമായ സൗഹൃദ ബന്ധം സൂക്ഷിച്ച ഒരു മനുഷ്യൻ കൂടിയായിരുന്നു കെ കൊച്ചി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ നമുക്ക് ഒരുപക്ഷെ സാമൂഹിക പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരുമായ നമ്മളെയൊക്കെ അസൂയപ്പെടുത്തുന്ന വിധം സാഹിത്യം മുതൽ രാഷ്ട്രീയ ദർശനങ്ങൾ വരെ, തെരുവ് സമരങ്ങൾ മുതൽ അക്കാദമിക സംവാദങ്ങൾ വരെ വളർന്നു പന്തലിച്ച ഒരു മനുഷ്യനായിരുന്നു കെ കൊച്ചി. കേരളത്തിലങ്ങനെ എടുത്തു പറയത്തക്ക ചിന്തകരോ പ്രവർത്തകരോ ഇത്തരമൊരു പ്രൊഫൈലുള്ളവർ ഇല്ല എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ മേഖല തിരഞ്ഞെടുക്കുകയും ആ മേഖലയിൽ ഉറച്ചു നിന്നുകൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരുണ്ടാവാം. പക്ഷെ ഇത്ര വിപുലമായ മേഖലകളിലേക്ക് കടന്നു ചെല്ലുകയും അവിടെയെല്ലാം ക്രിയാത്മകമായി ഇടപെടുകയും ക്രിയേറ്റീവായ ഇൻ്റർവെൻഷനാണ് കെ കൊച്ചിൻ്റെ മൗലികതകളിലൊന്ന്. എന്തെങ്കിലും പറയുകയല്ല, ക്രിയേറ്റീവായി ഇടപെട്ട് ആ മേഖലയെ തന്നെ മാറ്റിമറിക്കുന്ന വിധമുള്ള കോൺട്രിബ്യൂഷൻസ് നൽകാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സർഗപ്രതിഭ കേരളം അംഗീകരിച്ചിട്ടുണ്ട്. മാതൃഭൂമി വിദ്യാർത്ഥികൾക്കായി നടത്തിയ സാഹിത്യ മത്സരത്തിൽ, നാടകരചനയിൽ സമ്മാനാർഹനായ ഒരാളാണ് മഹാരാജാസിൽ പഠിച്ചിരുന്ന കെ കൊച്ചി. അന്ന് ഏതൊരു യുവാവിനെയും പോലെ, 70കളിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഏതൊരു യുവാവിനെയും പോലെ മാർക്സിസ്റ്റ്, ലെനിനിസ്റ്റ്, മാവോയിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യം പുലർത്തിയ ഒരാളാണ് കെ കൊച്ചി. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 80-82 വരെയുള്ള അദ്ദേഹത്തിൻ്റെ സാമൂഹിക ജീവിതവും ജ്ഞാനാന്വേഷണവും സെൻട്രലൈസ് ചെയ്തിരുന്നത് മാർക്സിസ്റ്റ്, ലെനിനിസ്റ്റ്, മാവോയിസ്റ്റ് പെർസ്പെക്റ്റീവിലാണ്. ഇത് ഈ കേരളത്തിലെ CPIML പ്രസ്ഥാനവുമായിട്ട് നേരിട്ട് അതിൻ്റെ സംഘാടകനോ നേതാവോ ആയിരുന്നില്ലെങ്കിലും
അവരുടെ പക്ഷം ചേർന്നുകൊണ്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഭാഗവാക്കായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് കെ കൊച്ച്. എൻ്റെ നാട്ടിലെ ആദ്യത്തെ വിദ്യാഭ്യാസമുള്ളൊരു തലമുറ, ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു തലമുറ രൂപം കൊള്ളുന്നത് ദളിതർക്കിടയിൽ നിന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് കെ കൊച്ച്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ എസ് രാജപ്പൻ, ഡോക്ടർ രേഖരാജിൻ്റെ പിതാവ്, അങ്ങനെ അടങ്ങുന്ന വലിയൊരു നിര ദളിത് വിഭാഗത്തിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടി സാമൂഹിക പ്രവർത്തനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടവരാണ്. അവിടെ നടക്കുന്ന കർഷക തൊഴിലാളി സമരങ്ങളിലൊക്കെ ഈ യുവാക്കളാണ് ആ സമരങ്ങളെയൊക്കെ നയിക്കുകയും അവർക്ക് പ്രചോദനമാവുകയും ഒക്കെ ചെയ്തത് എന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ചെറിയ ഓർമ്മയാണ്. അങ്ങനെ ഇടതുപക്ഷത്തോടൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ അന്വേഷണങ്ങളും പ്രവർത്തനങ്ങളും ഒരുപക്ഷെ ആ ഘട്ടത്തിൽ കേരളം ശ്രദ്ധിച്ചതേ ഉണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ തന്നെ പറയുന്നുണ്ട്. ഞാനെന്തൊക്കെയോ പറയുന്നു എന്നുള്ളതല്ലാതെ എൻ്റേതൊരു വിമർശനമായിട്ടൊന്നും കേരളത്തിലെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റുകൾ പരിഗണിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം ആത്മകഥയിൽ തന്നെ എഴുതുന്നൊരു വാക്യമാണ്. അദ്ദേഹം എന്തൊക്കെയോ പറയുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തെ എൻ്റെ വിമർശനത്തെ കാര്യമായി എടുക്കാൻ അന്ന് പാർട്ടി ശ്രമിച്ചിരുന്നില്ല. ഒരുപക്ഷെ ആ വിമർശനവും ദുർബലമായിരുന്നിരിക്കാം എന്ന് ഞാൻ കരുതുന്നുണ്ട്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് യൂത്ത് ലീഗ് എന്ന് പറയുന്നൊരു യുവജന പ്രസ്ഥാനം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ സാധ്യതകൾ അന്വേഷിച്ച ഒരാളാണ് കെ കൊച്ച്. അതേസമയം തന്നെ ആദിവാസികൾക്കിടയിലും വിശ്വകർമ്മജർക്കിടയിലും പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് കെ കൊച്ച്. അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിൽ സിവിക് ചന്ദ്രൻ്റെയൊക്കെ പുസ്തകത്തിന് അന്ന് ആമുഖം എഴുതുന്ന ഒരാൾ കെ കൊച്ചാണ്. വെളിച്ചത്തെക്കുറിച്ചൊരു ഗീതമെന്ന കവിതാ സമാഹാരത്തിന് ആമുഖം എഴുതുന്നത് കെ കൊച്ചാണ്. അന്നത്തെ ഈ സമാന്തര പ്രസിദ്ധീകരണങ്ങളിലൊക്കെ കെ കൊച്ചിൻ്റെ ലേഖനങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ എഴുത്തിൻ്റെയും വായനയുടെയും ജ്ഞാനാന്വേഷണത്തിൻ്റെയും ഒരു വലിയ ലോകം തുറക്കാനാണ് കെ കൊച്ച് യഥാർത്ഥത്തിൽ ശ്രമിച്ചത്. അപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ ആദ്യത്തെ 10-12 വർഷത്തെ ഇടതുപക്ഷത്തോടൊപ്പം നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഫിലോസഫിക്കലി താത്വികമായി എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നൽകിയതായിട്ട് അദ്ദേഹം പോലും അവകാശപ്പെടാറില്ല. പക്ഷെ അന്ന് ഏതൊരു യുവാവിനെയും പോലെ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് മനസ്സിലാക്കി അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു നൈതികത കെ കൊച്ച് സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് നമ്മൾ കാണുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ കേരളത്തിലൊരു കോൺട്രിബ്യൂട്ടറി മനുഷ്യനാവുന്നത് ഈ ഇടതുപക്ഷ ധാരയിൽ നിന്ന് ഭിന്നമായി 1983 മുതൽ അദ്ദേഹം സവിശേഷ മണ്ഡലമായി പരിഗണിച്ച ദളിത് ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിലും സാമൂഹിക സങ്കല്പനങ്ങളിലും അടിസ്ഥാനപരമായ ഒരു മാറ്റമുണ്ടാകുന്നു. അത് അദ്ദേഹം ജാതി വ്യവസ്ഥയെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയ ചരിത്ര പുസ്തകത്തിൽ, സമൂഹ രൂപീകരണത്തെ സംബന്ധിച്ച് എഴുതിയ ചരിത്ര പുസ്തകത്തിൽ അത് പ്രത്യേകം അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ ജ്ഞാനാന്വേഷണത്തെ സ്വാധീനിച്ച 2 പേരെക്കുറിച്ച് പറയുന്നത് ഒന്ന് പി.കെ. ബാലകൃഷ്ണനും മറ്റൊന്ന് THP ചെന്താരശ്ശേരിയും. പി.കെ. ബാലകൃഷ്ണന് ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എന്നുള്ള പുസ്തകവും THP ചെന്താരശ്ശേരിയുടെ അയ്യൻകാളി എന്ന ജീവചരിത്രവുമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതെന്ന് കെ കൊച്ച് സത്യവാങ്മൂലം നൽകുന്നുണ്ട് നമുക്ക്. അതിലൂടെ കേരളീയ സമൂഹത്തെ സംബന്ധിച്ച പുതിയൊരു കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണ് കെ കൊച്ച് ചെയ്തത്. അതിൽ വളരെയേറെ മുന്നോട്ട് പോകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. വളരെയേറെ മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ കേരളീയ സമൂഹത്തെക്കുറിച്ച് നാളതുവരെ സങ്കല്പിച്ചെടുത്ത ഇടതുപക്ഷ ബുദ്ധിജീവികളും ദേശീയ ബുദ്ധിജീവികളും സങ്കല്പിച്ചെടുത്ത കേരളീയ സമൂഹത്തെ സംബന്ധിച്ചും കേരള ചരിത്രത്തെ സംബന്ധിച്ചും സങ്കല്പിച്ചെടുത്ത കാര്യങ്ങൾ അടിസ്ഥാനപരമായി തന്നെ പരിമിതപ്പെട്ടതാണെന്നും അത് സമൂഹത്തെ സമഗ്രമായി മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു
എന്നൊരു തിരിച്ചറിവാണ് പി കെ ബാലകൃഷ്ണൻ്റെ പുസ്തകത്തിലൂടെയും THP ചെന്താലശ്ശേരിയുടെ പുസ്തകത്തിലൂടെയും കടന്നുപോയപ്പോൾ കെ കൊച്ചിന് ബോധ്യമാവുന്നു. അദ്ദേഹം എൻ്റെ ഓർമ്മയിലുള്ളൊരു സന്ദർഭം, ഞങ്ങളുടെ നാട്ടിൽ കബിക്കാട് അയ്യൻകാളിയെക്കുറിച്ചൊരു സെമിനാർ 1984 നടത്തുന്നു. അന്ന് അയ്യൻകാളിയെക്കുറിച്ചൊരു പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നത് അന്ന് വിദ്യാർത്ഥിയായിരുന്ന ഞാനായിരുന്നു. കെ കൊച്ചടക്കമുള്ളവർ ആ യോഗത്തിലുണ്ടാവും. കെ കൊച്ചന്ന് പ്രസംഗിച്ചത് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്യം ഇതായിരുന്നു: THP ചെന്താലശ്ശേരിയുടെ അയ്യൻകാളി എന്ന പുസ്തകം വായിച്ചപ്പോൾ ഒരു പിതാവിനോട് മകന് തോന്നുന്ന വലിയ ആഭിമുഖ്യമാണ് എനിക്ക് അയ്യൻകാളിയോട് തോന്നിയത് എന്ന് അദ്ദേഹം അന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് കേവലമായൊരു വികാരപ്രകടനം എന്നതിനപ്പുറം കേരളം മറ്റൊന്നാണ് എന്ന് മനസ്സിലാക്കാൻ കെ കൊച്ചിനെ പ്രേരിപ്പിച്ച ഒരു സംഗതിയായി. ആ അന്വേഷണത്തിന് 2 വശങ്ങൾ. ഒന്ന്, 83 മുൻപും കേരളത്തിൽ ദളിത് പ്രസ്ഥാനങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞ പക്ഷേ 60 മുതലെങ്കിലും ദളിത് പ്രസ്ഥാനങ്ങളുണ്ട്. ആ ദളിത് പ്രസ്ഥാനങ്ങളുടെ മുഖമുദ്ര ഞങ്ങളെ ദളിതർ എന്ന് പറയുന്ന വിഭാഗത്തെ സവർണർ അടിച്ചമർത്തി വെച്ചിരിക്കുന്നു. നാട്ടിലുണ്ടാകുന്ന ജാതീയമായ അതിക്രമങ്ങൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുക, അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നവരായി. ഈ സവർണ സമൂഹങ്ങൾ മുഴുവൻ കുറ്റവാളികളാണെന്നുള്ള ഒരു നരേഷനകത്താണ് അത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. മാത്രവുമല്ല, ഞങ്ങൾ കേരളത്തിലെ ദളിതർ എല്ലാ ജാതി മാഹാത്മ്യവാദവും പോലെ ഒരു മാഹാത്മ്യവാദവും ദളിതർക്കിടയിലുണ്ടായി. ഇപ്പം നായന്മാരൊക്കെ, കേരളത്തിലെ നായന്മാരൊക്കെ പടനായകന്മാരാണെന്നൊക്കെ പറയുന്ന പോലുള്ള ജാതി മാഹാത്മ്യവാദങ്ങളുണ്ട്. ഈഴത്ത് നാട്ടിൽ നിന്ന് വന്നവരാണ്, അവരാണ് തെങ്ങ് കണ്ടുപിടിച്ചത് എന്ന് പറയുന്ന മാഹാത്മ്യവാദം. സമാനമായി ഞങ്ങൾ ചേരമൻ പെരുമാക്കളുടെ നേരിട്ടുള്ള പിൻതലമുറയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം കൂടിയായിരുന്നു ദളിതർ. ഇതിനൊന്നും ഒരു തെളിവുമില്ല എന്ന് കെ കൊച്ചി തുറന്നെഴുതുന്നുണ്ട്. ഒരു അന്ധവിശ്വാസം പോലെ മനുഷ്യർ കൊണ്ടു നടക്കുന്ന കാര്യമാണ്. ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഒന്നും ഇല്ല, അതിൻ്റെ ആവശ്യവുമില്ല, അതൊരു വിശ്വാസമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ദളിത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് എന്നതിന് കേരളത്തിൽ പുതിയ ഒരു വീക്ഷണം അവതരിപ്പിച്ചത് കെ കൊച്ചാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കേരളീയ സമൂഹത്തെ സംബന്ധിച്ചും രാഷ്ട്രത്തെ സംബന്ധിച്ചും ചരിത്രത്തെ സംബന്ധിച്ചും സാഹിത്യത്തെ സംബന്ധിച്ചും കെട്ടിപ്പൊക്കിയ സൈദ്ധാന്തിക സമീക്ഷകളെ കൺഫ്രണ്ട് ചെയ്തുകൊണ്ടല്ലാതെ, അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ടല്ലാതെ, അതിനെ പൊളിച്ചെഴുതിക്കൊണ്ടല്ലാതെ, അതിനെ വിമർശിച്ചുകൊണ്ടല്ലാതെ കേരളത്തിലെ ദളിതർക്ക് സാമൂഹികമായ ഒരിടം നിർമ്മിക്കാൻ കഴിയില്ല എന്ന് ആദ്യമായി ബോധ്യപ്പെട്ട കേരളത്തിലെ ദളിതരിൽ ഏറ്റവും പ്രമുഖ വ്യക്തിത്വമാണ് കെ കൊച്ചി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രചനകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹം ഒരിക്കലും സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ഒരാളല്ല. അദ്ദേഹം ദളിതരോടല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചില ലേഖനങ്ങളൊക്കെ ദളിതരോട്, സമുദായത്തോട് മാത്രം സംസാരിക്കുന്ന ലേഖനങ്ങളുണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷം എഴുത്തും കേരളത്തിലെ പൊതുസമൂഹത്തോടാണ് സംസാരിച്ചു. 70കളിലൊക്കെ എഴുതുന്ന, 80കളുടെ തുടക്കത്തിലൊക്കെ എഴുതുന്ന ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് മാവോ അംബേദ്കർ ചിന്തയുടെ ചോരച്ചെങ്കൊടി ഉയർത്തിപ്പിടിക്കുകയാണ്. ഇപ്പോൾ മാർക്സിസവും അംബേദ്കറിസവും കൂടി കൂട്ടിക്കലർത്തി ഇന്ത്യയുടെ വിമോചനം സാധ്യമാക്കാമെന്നുള്ള 80കളിലൊരു പരിഭ്രാന്തിക്കകത്താണ് ഞങ്ങളൊക്കെ അന്ന് ജീവിച്ചിരുന്നത്. അന്ന് കൊച്ചേട്ടൻ എഴുതുന്ന ലേഖനത്തിൻ്റെ തലക്കെട്ട് അതാണ്. മറ്റൊരു തലക്കെട്ട് ഇന്ത്യയിലെ അധസ്ഥിത ജനത നേരിടുന്ന വെല്ലുവിളിയും കാർഷിക വിപ്ലവങ്ങളുടെ തുടർച്ചയുമെന്നാണ്. കാർഷിക വിപ്ലവങ്ങളുടെ തുടർച്ചയിലൂടെ മാത്രമേ ഇന്ത്യയിലെ അധസ്ഥിതർ എന്ന് അന്ന് വിളിച്ച, ഇന്ന് ദളിതരെന്ന് വിളിക്കുന്നവർക്കൊരു ഭാവി ഉണ്ടാകൂ എന്ന് വിചാരിച്ച ഒരാളാണ് കെ കൊച്ചി. അതിൽ നിന്നൊരു ടോട്ടൽ ബ്രേക്ക് അദ്ദേഹം ദളിത് ക്വസ്റ്റ്യനിലേക്ക് വന്ന് ഒരു പതിറ്റ് 90കൾ അടുക്കുമ്പോൾ ഒരു ബ്രേക്ക് ഉണ്ടാവും. ആ ബ്രേക്കിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടൊരു കാര്യം,
മാർക്സിസം ഒരു തിയറി എന്ന നിലക്ക് ഇന്ത്യൻ സമൂഹത്തെ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വാദം. അതിൻ്റെ തെളിവുകൾ പല രൂപങ്ങൾ അദ്ദേഹം ഹാജരാക്കുന്നു. അന്നൊന്നും ആരും അത് ഗൗരവമായി എടുത്തിരുന്നില്ല, പക്ഷെ അദ്ദേഹം ഹാജരാക്കുന്നു. ഉദാഹരണത്തിന് അദ്ദേഹം എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് പിന്നോക്കം നടക്കുന്ന കുതിരകൾ എന്ന ഒരു ലഘുലേഖയായി. KVയുടെയൊക്കെ നേതൃത്വത്തിൽ സ്വതന്ത്ര കേരളത്തിന് വേണ്ടിയുള്ള വാദം ശക്തിപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു കേരളമില്ല, നിങ്ങൾ പറയുന്നതല്ല കേരളം, കേരളം എന്നത് പല അടരുകൾ ഉള്ളതും അകത്ത് സപ്രസീവ് മെഷേഴ്സ് കാര്യമായി പ്രവർത്തിക്കുന്നതുമായൊരിടമാണ്. അങ്ങനെ കേരള ദേശീയത എന്ന് പറയുന്ന അപകടം പിടിച്ചൊരു കാര്യമാണ്. അത് കേരളത്തിലെ സവർണ അധികാരത്തിൻ്റെ തുടർച്ചയിലേക്ക് നയിക്കൂ എന്ന മൗലിക വിമർശനം ഉന്നയിക്കുന്ന ഒരു ലഘുലേഖ KK പ്രസിദ്ധീകരിക്കുന്നു. ഞാൻ പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഭാവനകളോട് മുഖാമുഖം നിൽക്കാനായിട്ട് കേരളത്തിലെ ദളിത് ഇൻ്റലിജൻഷ്യയെ പ്രാപ്തമാക്കിയവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന നിലക്കാണ് അദ്ദേഹത്തെ നമ്മൾ ഫസ്റ്റപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ അദ്ദേഹത്തെ സഹായിച്ച് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നൊരു കാര്യം 1987 86-87 കാലഘട്ടത്തിൽ ഡോക്ടർ BR അംബേദ്കറുടെ പുസ്തകങ്ങൾ മഹാരാഷ്ട്ര ഗവൺമെൻറ് പുറത്തിറക്കുന്നു. ആ പുസ്തകം കേരളത്തിൽ വന്നതോടെ ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് മാവോ അംബേദ്കർ ചിന്ത എന്നുള്ളത് വലിയൊരു ഷെയ്ക്കിങ്ങിന് വിധേയമാവുന്നു. അംബേദ്കറെ അടുത്തറിയുന്നതോടെ നിരവധി പേർ മാർക്സിസവുമായി വിട ചൊല്ലുന്നുണ്ട്. അത് തിയററ്റിക്കലി പ്രാക്ടിക്കലി പല രൂപത്തിലാവാം, പക്ഷെ ഒട്ടനവധി പേർ മാർക്സിസമല്ല അംബേദ്കറിസമാണെന്ന് വിചാരിക്കുന്ന ഒരു പുതിയൊരു അന്തരീക്ഷം കേരളത്തിൽ രൂപം കൊള്ളും. KK അന്ന് എഴുതുന്ന ഒരു ലേഖനത്തിൻ്റെ പേര് ദളിതർ എന്തുകൊണ്ട് മാർക്സിസം കൈയൊഴിയുന്നു എന്നായിരുന്നു. കൊച്ചേട്ടൻ മാർക്സിസം കൈയൊഴിഞ്ഞോ എന്നുള്ളത് വേറൊരു കാര്യമാണ്. പിന്നീടുള്ള എഴുത്തിലുമൊക്കെ ആ മെത്തഡോളജിയും ടെർമിനോളജിയും ആ സങ്കല്പമൊക്കെ കടന്നു വരുന്നതായിട്ട് സൂക്ഷ്മ റീഡിങ് നമുക്ക് മനസ്സിലാവും. പക്ഷേ സമൂഹത്തിൻ്റെ ഉണർവിനെ പെട്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് മാർക്സിസം എന്തുകൊണ്ട് ദളിതർ കൈയൊഴിയുന്നു എന്ന ലേഖനം തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെ സൈദ്ധാന്തിക സമീക്ഷകളോട് ഏറ്റുമുട്ടി ഒരു പുതിയൊരു മണ്ഡലം തുറക്കാൻ ശ്രമിച്ച അത്യപൂർവമായ മലയാള ചിന്തകരിലൊരാളാണ് KK. മലയാളി സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, ചിന്ത എന്നത് പാണ്ഡിത്യമാണെന്ന് തെറ്റിദ്ധരിച്ചൊരു സമൂഹമാണ് നമ്മുടേത്. ചിന്ത എന്നത് പാണ്ഡിത്യമാണെന്നാണ് നമ്മൾ കരുതുന്നത്. ചിന്ത എന്നത് മൗലികമായൊരു പ്രക്രിയയാണ് എന്നല്ല മലയാളി സമൂഹം മനസ്സിലാക്കുന്നത്. ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നവരെല്ലാവരും ചിന്തകരാണെന്നാണ് നമ്മൾ കരുതുന്നത്. ചിന്ത എന്നത് തികച്ചും മൗലികമായ മറ്റൊരു പ്രോസസ്സാണ്, മനുഷ്യൻ നടത്തുന്ന മറ്റൊരു പ്രക്രിയയാണത്. ശ്രീനാരായണ ഗുരു ലോകത്തിലെ വിശിഷ്ട ഗ്രന്ഥങ്ങൾ മുഴുവൻ വായിച്ചിട്ടൊന്നുമല്ല മലയാളി സമൂഹത്തെ പഠിക്കുന്നത്. അത് ജ്ഞാനത്തിൽ നിന്നും അന്തർജ്ഞാനമെന്ന് വിളിക്കാവുന്ന അവസ്ഥയിലേക്കുള്ള പരിവർത്തനത്തിൽ ചിന്ത എന്ന് പറയുന്ന വലിയൊരു പ്രക്രിയ നടക്കുന്നു. അതിനുശേഷമൊക്കെ വളരെ അത്യപൂർവരായ കുറച്ച് മനുഷ്യർ നമുക്ക് കാണാമെങ്കിലും കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ളത് പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാരുടെ ഒരു പ്രശ്നം, അവർക്ക് അറിവുണ്ടെന്നുള്ളത് ശരിയായിരിക്കും, പക്ഷേ സംഭവം അവർക്ക് ഉൾക്കാഴ്ച തീരെ ഉണ്ടാവില്ല ആണ് അതിൻ്റെ ഒരു പ്രോബ്ലം. ഞാനൊരു ഉദാഹരണം KV ആണ്. KV എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്നെയൊക്കെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച രാഷ്ട്രീയ നേതാവും പ്രഭാഷകനും ചിന്തകനുമൊക്കെയാണ്. അദ്ദേഹത്തിന് ചിന്ത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കൂടെയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചിന്തയിലൂടെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യം അത് എത്ര അപകടം പിടിച്ചതാണെങ്കിലും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യും ആണ് ചിന്തകൻ്റെ ഒരു പ്രത്യേകത. അതാണ് അതിൻ്റെ വരുംവരായികളല്ല, ചിന്തയിൽ നിന്ന് കിട്ടിയ വെളിച്ചത്തെ അവന് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ബാക്കിയുള്ള പണ്ഡിതന്മാരെപ്പോഴും അങ്ങനെയല്ല. പണ്ഡിതന്മാരെപ്പോഴും കാര്യമൊക്കെ അറിയാം, എങ്കിലും ഇവിടെ ഇതൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ പറയുന്ന വിധമുള്ള ജീവികളായിരിക്കും അവരൊക്കെ.
വലിയ നഷ്ടങ്ങളുണ്ടായാലും മൗലികമായി ചിന്താശേഷിയുള്ളൊരു മനുഷ്യൻ അവൻ കണ്ടെത്തിയൊരു വെളിച്ചത്തെ സ്വയം കെടുത്താൻ അവൻ തയ്യാറാവില്ല. അതിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ കെ കൊച്ചിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യം ദീർഘമായി ശരിക്കും പറഞ്ഞാൽ വളരെ ദരിദ്രമായ പശ്ചാത്തലമാണ്. ജോലിയൊക്കെ ഉണ്ടെങ്കിലും ജോലിക്ക് പോകുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലും ആ തെളിച്ചത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ ജീവിതത്തെ കൊണ്ട് നടന്നൊരാളാണ്. രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട ഈ ജാതിയെ പ്രശ്നവൽക്കരിച്ചതിൽ മൗലികമായി ഭിന്നമായ ഭാഷയിലും ഭിന്നമായ മെത്തഡോളജിയിലും ജാത്യാധികാരത്തെ കണ്ടെത്തിയൊരു ചിന്തകൻ കെ കൊച്ചാണ്. അത് യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ഈ അധികാരം യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പുറത്ത് കാണുന്ന ജാതി വിവേചനത്തിൻ്റെയോ അത്തരം കാര്യങ്ങളിലോ മാത്രം നമുക്കത് കണ്ടെത്താൻ പറ്റില്ല. ഇത് യഥാർത്ഥത്തിൽ കൺസോളിഡേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ ജ്ഞാന വ്യവസ്ഥയാണെന്നും നമ്മുടെ ചരിത്രബോധമാണെന്നും നമ്മുടെ സാംസ്കാരിക ഭാവനയാണെന്നും മനസ്സിലാക്കിയ ഒരാളാണ് കെ കൊച്ച്. അതുകൊണ്ട് അദ്ദേഹം ഒരു പുതിയ ചരിത്ര പുസ്തകം തന്നെ രചിച്ചു. തീർച്ചയായും പരിമിതികളുണ്ടെങ്കിലും വളരെ അത്യപൂർവമായ ചില നിരീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും വികസിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതായത് കേരളപ്പഴമയിൽ നിന്ന് ആരംഭിക്കുന്ന കേരള ചരിത്രം കേരളപ്പഴമയെ ആധുനിക മെത്തഡോളജി കൊണ്ട് സ്ഥാപിച്ചെടുക്കലാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ച MGS നാരായണൻ അടക്കമുള്ള, രാജൻ ഗുരുക്കൾ അടക്കമുള്ള, രാഘവാര്യർ അടക്കമുള്ള ചരിത്രകാരന്മാരുടെ ദൗത്യം യഥാർത്ഥത്തിൽ കേരളപ്പഴമയെ സ്ഥാപനവൽക്കരിക്കുകയാണെന്നുള്ള വിമർശനം അക്കാഡമിയിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ വിഷയം മറ്റൊരു രൂപത്തിൽ കെ കൊച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നു. കേരളത്തിലെ കാർഷിക സമ്പദ്ഘടനയെ സംബന്ധിച്ച് കുഞ്ഞാമൻ്റെ ഒരു നിരീക്ഷണമുണ്ട്. ഈ കേരളത്തിലെ കാർഷിക സമ്പദ്ഘടനയെ സംബന്ധിച്ചുള്ള പഠനങ്ങളിൽ കുടിയാൻ വരെ വന്ന് നിൽക്കുക. ജന്മി, പാട്ടക്കാരൻ, കുടിയാൻ എന്നൊക്കെ പറയുന്ന ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവർ വരെ വന്ന് നിൽക്കുക. അതിനടിയിൽ ഈ കൃഷിഭൂമിയിൽ പണിയെടുക്കുന്ന ഒരു ഫ്രോസൺ ലെയർ, ആ വാക്കാണ് കുഞ്ഞാമൻ ഉപയോഗിക്കുന്നത്, ഫ്രോസൺ ലെയർ, നിശ്ചല തടാകം പോലെ പണിയെടുക്കുന്ന വലിയ ഒരു അടിമ കൂട്ടം കേരളത്തിൻ്റെ സമ്പദ്ഘടനയിലുണ്ടായി. അതിനെ ആ രൂപത്തിൽ നേരിട്ട് കെ കൊച്ച് അംഗീകരിക്കുന്നില്ലെങ്കിലും ആ ഫ്രോസൺ ലെയർ എന്ന് പറയുന്നൊരു സംഗതി നമ്മളുടെ സാമൂഹിക രാഷ്ട്രീയ ആലോചനകൾ ഒരിക്കലും കടന്നു വന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ നടന്ന കാർഷിക പ്രക്ഷോഭങ്ങൾ ഒരിക്കലും ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കണമെന്ന് പറഞ്ഞില്ല. മറിച്ച് പാട്ടക്കാരനും വാരക്കാരനും അവകാശം നൽകണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ താഴെയുള്ള ഭൂരഹിതരായിട്ടുള്ള ഈ ഫ്രോസൺ ലെയർ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ ഭാവനകളിൽ ഇടം പിടിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കുഞ്ഞാമൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ, കേരളത്തിൻ്റെ വികസന പ്രതിസന്ധി എന്ന പുസ്തകത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ കാർഷിക സമ്പദ്ഘടനയെ സംബന്ധിച്ച് രാജൻ ഗുരുക്കളുടെ ചരിത്ര പുസ്തകത്തിൽ പറയുന്ന ക്ഷേത്ര കേന്ദ്രീകൃതമായ ഗ്രാമീണ കാർഷിക സമ്പദ്ഘടന, വിഭവങ്ങളുടെ സമാഹരണവും വിതരണവും എന്ന സങ്കല്പനത്തിലൂടെ അദ്ദേഹം നിർമ്മിക്കുന്ന കേരള ചരിത്രം അടിസ്ഥാനപരമായി ബ്രാഹ്മണ്യ അധികാരത്തെ സ്ഥാപനവൽക്കരിക്കുന്നതാണ് എന്ന വിമർശനമാണ് കെ കൊച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ ഉന്നയിക്കുന്നത്. ഇത് കെ കൊച്ച് മാത്രം ഉന്നയിക്കുന്നൊരു കാര്യമല്ല, അതിപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിമർശനമായിട്ട് നമ്മളുടെ ചരിത്ര പാഠങ്ങളിൽ വന്നിട്ടുണ്ട്. ആ നിലയ്ക്ക് നമ്മുടെ ചരിത്ര ബോധ്യങ്ങളെ അഴിച്ചെടുക്കാൻ അദ്ദേഹം നിരന്തരം ശ്രമിച്ചിരുന്നു. പക്ഷേ അതിനേക്കാൾ മൗലികം വെച്ചാൽ ഈ കേരളത്തിൻ്റെ ചരിത്രരചനയുടെ ഒരു പ്രത്യേകത ടി ശ്രീകുമാറൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്, നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ആധുനിക കേരള ചരിത്ര നിർമ്മിതിയിൽ ശൂദ്ര കേന്ദ്രീകൃതമായ ഒരു ചരിത്ര രചനയാണ് കേരളത്തിൽ നടന്നത് എന്ന് ടി ശ്രീകുമാറൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിരീക്ഷിക്കുന്നുണ്ട്.
അത് നിരീക്ഷിക്കുന്ന എന്താ, കേരളം എന്നും പറയുന്നത് ഈ പറയുന്ന ശൂദ്ര കേന്ദ്രീകൃതമായ ഒരു ചരിത്രബോധത്തിൽ ചരിത്രമിങ്ങനെ കേരളീയ സമൂഹത്തെ വരിഞ്ഞു മുറുകിയിട്ടുള്ളത് കൊണ്ടും അതിൻ്റെ കഥകളും ഉപകഥകളുമായി അത് നമ്മളിൽ സന്നിവേശിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ടും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞ് ഈ ചരിത്രം നിൽക്കുന്നത് കൊണ്ടും മലയാളികൾ യഥാർത്ഥത്തിൽ കേരളത്തെ മനസ്സിലാക്കുന്നത് ഒരു ശൂദ്രസ്ഥലിയായിട്ടാണ്. ബാക്കിയുള്ളവരൊക്കെ അപരങ്ങളായിട്ടാണ് പ്രത്യക്ഷപ്പെടുക. ദളിതർ, ആദിവാസികൾ, മുസ്ലിങ്ങൾ എന്നൊക്കെ പറയാൻ ഒക്കെ അപരങ്ങളാണ്. കേരളം ആരുടേതാണെന്ന് ചോദിച്ചാൽ ശൂദ്രരാണെന്നാണ് നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ തരുന്ന ഉത്തരമെന്ന് ടി ശ്രീകുമാറിനെ പോലെയുള്ള പണ്ഡിതർ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ബ്രാഹ്മണർക്ക് കൃഷിശാസ്ത്രം അറിയാമായിരുന്നു, വേലിയേറ്റവും വേലിയിറക്കത്തെക്കുറിച്ച് കൃത്യധാരണയുണ്ടായിരുന്നു, അവർക്ക് കലണ്ടർ ഉണ്ടായിരുന്നു, കാലാവസ്ഥ ഗണിക്കാനുള്ള അറിവുണ്ടായിരുന്നു. ഇത്തരം അറിവിൻ്റെ ഒരു ബലത്തിലാണ് അവർ സമൂഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് എന്ന പരമ്പരാഗത ചരിത്രധാരണകൾ തെറ്റാണ് എന്ന് കെ കൊച്ച് ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുക. അത് തെറ്റാണ്, അങ്ങനല്ല. തെളിവുകളും അദ്ദേഹം ഹാജരാക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ നമ്മളുടെ എഴുതപ്പെട്ട ഇപ്പോൾ വൈക്കം പാച്ചു മൂത്തത് മുതൽ ഇപ്പോൾ ഏറ്റവും അവസാനം KN ഗണേശ് വരെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ കേരളീയ സമൂഹത്തിലെ മനുഷ്യബന്ധങ്ങളെ വിശദീകരിക്കുന്നതിൽ അത് വളരെ പരിമിതമായേ വിജയിക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ഫോളോ ചെയ്യുന്ന സ്ട്രക്ചറലിസമാണ്. ഘടനാവാദത്തിലാണല്ലോ നമ്മുടെ ചിന്ത മുഴുവൻ കിടക്കുന്നത്. അപ്പോൾ ഉൽപ്പാദന ബന്ധങ്ങൾക്കകത്ത് വെച്ചാണ് ഇത് നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ സാന്നിധ്യമുള്ളൊരു സമൂഹം എന്ന നിലക്ക് ഉൽപ്പാദന ബന്ധങ്ങൾ മാത്രമല്ല, പ്രത്യുൽപാദന ബന്ധങ്ങൾ കൂടി അടിസ്ഥാനപരമായൊരു കാറ്റഗറിയായി ഈ സമൂഹത്തെ നിലനിർത്തുന്നതിൽ, രൂപീകരിക്കുന്നതിൽ, സമൂഹ ബന്ധത്തിൽ, സമുദായ ബന്ധങ്ങളിൽ ഒക്കെ ഉണ്ട്. പ്രത്യുൽപാദന ബന്ധങ്ങളും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പക്ഷേ മാർക്സിസ്റ്റ് പദാവലിക്കകത്ത് ഒതുങ്ങുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മളതിനെ പുറത്ത് നിർത്തി. അതുകൊണ്ട് കാസ്റ്റിൻ്റെ മെക്കാനിസം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാതെ വരുന്നു എന്നുള്ളൊരു വലിയൊരു പരിമിതി കേരള ചരിത്രരചനയ്ക്കുണ്ട്. PK ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരള ചരിത്രവും ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്നുള്ള പുസ്തകത്തിൽ PK ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ കേരളത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞു PK ബാലകൃഷ്ണൻ മെത്തഡോളജി അറിയത്തില്ല എന്ന് പറഞ്ഞു. ചരിത്ര രചനാശാസ്ത്രം അറിയാൻ പാടില്ലാതെ ഇയാൾ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് പണ്ഡിതന്മാർ ചോദിച്ചത്. അത് പൂർണ്ണമായൊരു പുസ്തകമാണെന്നൊന്നും അവകാശവാദമല്ല പറയുന്നത്. പക്ഷെ അത് കേരളത്തിൻ്റെ ചരിത്രരചനയിലെ ചില വിഴുപ്പുകൾ പുറത്തു കൊണ്ടുവന്നു എന്നുള്ളത് ഉറപ്പാണ്. ആ നിലക്ക് ചരിത്രത്തെ അപനിർമ്മിക്കുക എന്ന ഒരു മേഖല KK കൊച്ചി തിരഞ്ഞെടുക്കുന്നു. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടപെടൽ സാഹിത്യ മേഖല, സാംസ്കാരിക മേഖലയിലാണ്. അത് കേരളത്തിലുണ്ടാക്കിയ പിളർപ്പ് ചെറുതല്ല. അതായത് മലയാള സാഹിത്യത്തിൻ്റെ ഭാവനകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് ഈ പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയത്തിന് എഴുതുന്നൊരു ആമുഖ പഠനവും. എന്തുകൊണ്ടാണ് ഈ പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം ചന്തുമേനോൻ്റെ ഇന്ദുലേഖയുടെ കാലത്ത് തന്നെ ഇറങ്ങിയ ആ പുസ്തകം മലയാളി മറന്നുപോകുന്നത് എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയത്തിലെ കഥാതന്തുവും കഥാപാത്രങ്ങളും ആരാണെന്ന് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്കത് പിടികിട്ടത്തുള്ളൂ. ശൂദ്രകേന്ദ്രീകൃതമായ ചരിത്രബോധമുള്ള ഒരാൾക്ക് ഓമനത്വം നിറഞ്ഞ പുസ്തകം ചന്തുമേനോൻ്റെ ഇന്ദുലേഖ തന്നെയാണ്. പോത്തേരി കുഞ്ഞമ്പുവിലേക്കുള്ള ദൂരം വളരെ വലുതാണ്. പോത്തേരി കുഞ്ഞമ്പു മലബാറിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ കീഴാള സമൂഹങ്ങളിൽ ഉണ്ടാകുന്ന ഉണർവും അവരുടെ കൺവേർഷൻ അടക്കമുള്ള കാര്യങ്ങളും സ്ത്രീകളുടെ മുൻകൈയും ഒക്കെ അടങ്ങുന്ന ഒരു വലിയൊരു ലോകമാണ് പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയത്തിൽ ഉള്ള ലോകം. അതിലേക്ക് മലയാളിക്ക് നടന്നെടുക്കാൻ പറ്റില്ല. അവൻ്റെ ചരിത്രബോധ്യങ്ങൾ അവനെ അതിനെ പ്രാപ്തമാക്കുന്നില്ല എന്ന് മാത്രമല്ല, അവനെ തടയുന്നുകൂടിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സരസ്വതി വിജയത്തെക്കുറിച്ചുള്ള ഈ പടം, അതായത്
നമ്മൾ ഈ ശുദ്ധ കഥാവാദമെന്നൊക്കെ പണ്ട് വിളിച്ചിരുന്ന ഒരു ക്ലീഷയാണ്. ഏതായാലും സൗന്ദര്യശാസ്ത്രപരമായ അന്വേഷണങ്ങൾ, അനുഭൂതി എന്ന് പറയുന്ന സൗന്ദര്യ സങ്കല്പം, ഈ അനുഭൂതിയൊക്കെ വിമർശന വിധേയമായിട്ടുണ്ട്. കെ കൊച്ചടക്കമുള്ളവർ അനുഭൂതി എന്ന് പറയുന്ന ആ ഒരു സങ്കല്പനം തന്നെ അപകടം പിടിച്ചതാണെന്ന് സൂചിപ്പിക്കുന്നു. പ്രദീപൻ പാമ്പിരിക്കുന്ന അനുഭൂതി എന്ന് പറയുന്ന ഗ്രേഡഡ് ഇൻക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കൃതി അനുഭൂതിദായകമാണോ എന്നതാണ് മാനദണ്ഡമായി വരുന്നത്. ഈ അനുഭൂതിദായകമായിരിക്കുക എന്നത് ശരിക്കും ഭക്തിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണെന്ന് പ്രദീപൻ നിരീക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഭാരതീയ സൗന്ദര്യശാസ്ത്ര പാഠങ്ങളെ കൂടി അപനിർമ്മിക്കുന്ന ഒരു ഇടപെടൽ കെ കൊച്ച് സാഹിത്യമണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. അത് സാഹിത്യകൃതികളെ മറ്റൊരു രൂപത്തിൽ വായിക്കാൻ കഴിയുമെന്ന് മലയാളിയെ പഠിപ്പിച്ചതാണ്. അതല്ല ദളിതരെ പഠിപ്പിച്ച കാര്യമല്ല. മലയാളി സമൂഹത്തെ സാഹിത്യകൃതികൾ എങ്ങനെയാണ് വായിക്കപ്പെടേണ്ടത് എന്നാണ്. ഇപ്പോൾ വെള്ളപ്പൊക്കത്തിലെന്ന് പറയുന്ന തകഴിയുടെ കഥ, അതിനെക്കുറിച്ചൊരു വിമർശനം കേൾക്കുക. വെള്ളപ്പൊക്കത്തിൽ എന്നതൊരു മൃഗകഥയാണെന്നാണ് കേരള ആഘോഷിച്ചത്. ഒരു മൃഗകഥയല്ലെന്നാണ് കെ കൊച്ച് പറയുന്നത്. അതിനകത്തെ മൃഗം ദളിതരാണെന്നാണ്. വളരെ സുന്ദരമായ ഒരു വിമർശന ലേഖനമാണത്. ഇങ്ങനെ നമ്മൾ അടിസ്ഥാനപരമായി ഉദാത്തമെന്ന് മലയാളി കരുതിയ പല വിശുദ്ധ മേഖലകളെയും കടന്നാക്രമിച്ചുകൊണ്ടും അപനിർമ്മിച്ചുകൊണ്ടും പുതിയൊരു അവബോധ നിർമ്മിതിക്കായിട്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ശ്രമിച്ചത്. അത് ദളിതർക്ക് മാത്രമല്ല, കേരളീയ സമൂഹം തന്നെ കേരളത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നും സാഹിത്യത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നും ആണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ആലോചിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ഈ മൊത്തത്തിലുള്ള ആൾക്കൂട്ടത്തിൻ്റെ പിൻബലത്തിൽ നടക്കുന്ന പ്രത്യശാസ്ത്രവൽക്കരണത്തിൽ അതിൻ്റെ ധാരയായിരുന്നില്ല കെ കൊച്ചിൻ്റേത്. ഇപ്പോൾ DM പൊറ്റക്കാട് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. വലിയ ആൾക്കൂട്ടത്തെ സാക്ഷി നിർത്തി കേരളത്തിലെ പ്രമാണിയായ ഒരു നേതാവ് പറഞ്ഞത് SK പൊറ്റക്കാടല്ല, ശരിക്കും DM പൊറ്റക്കാടാണ് സാർവദേശീയ സാഹിത്യകാരൻ. പക്ഷേ ആ മനുഷ്യനെക്കുറിച്ച് മലയാളി പിൻകാലത്ത് ഓർക്കുന്നേയില്ല. മറിച്ച് SK പൊറ്റക്കാട് നമ്മുടെ ഇടയിൽ ഇപ്പോഴും ജീവിക്കുന്നു. അപ്പോൾ ഈ ആൾക്കൂട്ടത്തെ മുൻനിർത്തിയുള്ള സൗന്ദര്യശാസ്ത്ര ചിന്തകളും രാഷ്ട്രീയ ചിന്തകളുമായിരുന്നില്ല, മറിച്ച് സമൂഹം ഉപേക്ഷിച്ച, സമൂഹം കൺസിഡർ ചെയ്യാതിരുന്ന, സമൂഹ ഭാവനയിലേക്ക് വരാതിരുന്ന ചെറുതുകളുടെ വലിയൊരു സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കുകയാണ് കെ കൊച്ച് ചെയ്യുന്നത്. ആ ചെറിയ കാറ്റഗറികൾ കടന്നു വരുന്നതോടെ ക്വാളിറ്റേറ്റീവ്ലി നമ്മളുടെ സാമൂഹിക ബോധത്തിൽ വലിയ പരിവർത്തനം വരുന്നു. അത് ബോജിയോ ഒക്കെ പറയുന്നത് പോലെ ഒരു ഫീൽഡിലേക്ക് അനുവദനീയമായ സ്ഥലത്തൊരാൾ കയറിയിരിക്കുന്നതും അതിനെ അതിലംഘിച്ച് അനുവദിക്കാത്ത ഇടത്തിലേക്ക് ഒരാൾ ഇരിക്കുന്നതും രണ്ടാണെന്നും അനുവദിക്കാത്ത സ്ഥലത്തേക്ക് കയറിയിരിക്കുന്ന ആൾ ഫീൽഡിൻ്റെ ക്വാളിറ്റിയെ തന്നെ മാറ്റിമറിക്കുന്നുണ്ട് എന്നാണ്. സ്ട്രക്ചറലിസം സമ്മതിക്കാത്ത കാര്യമാണ്. സ്ട്രക്ചറലിസം ടോട്ടൽ ബ്രേക്കേ സമ്മതിക്കത്തുള്ളൂ. റിഫർമേഷൻ എന്നത് നമുക്ക് പുറത്തുള്ള ഒരു കാര്യമാണ്. റിഫർമേഷൻ ഈസ് നോട്ട് പോസിബിൾ എന്നാണ് നമ്മൾ വിചാരിച്ചത്. മലയാളി സമൂഹത്തിൻ്റെ ചിന്താദാരിദ്ര്യത്തിൻ്റെ ഒരു ശൂന്യതയിലാണ് കെ കൊച്ച് യഥാർത്ഥത്തിൽ ഇടപെട്ടത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കും. വ്യക്തി എന്ന നിലക്ക് അദ്ദേഹം ഈ അന്വേഷണത്തെ മുന്നോട്ടെടുക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ വളരെ വലിയ പ്രതിസന്ധികളെ, വൈജ്ഞാനികമായും അല്ലാതെയുമുള്ള വലിയ പ്രതിസന്ധികളെ നേരിട്ടിരുന്നെങ്കിലും പിൽക്കാലത്ത് കേരളീയ സമൂഹം മനസ്സിലാക്കിയൊരു കാര്യം, അത്തരം അന്വേഷണങ്ങൾക്കും അത്തരം പഠനങ്ങൾക്കും വലിയ മൂല്യമുണ്ട് എന്ന് തന്നെയാണ്. ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നൊരു പാഠവും അതാണ്. മൂല്യങ്ങളാണ് നിലനിൽക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെ വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിക്കുന്നത് അദ്ദേഹം ഒരു മൂല്യം സംഭാവന ചെയ്തതുകൊണ്ട്. ഒരു പുതിയൊരു മൂല്യമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ പിടികൂടുന്നത്. ബുദ്ധൻ വീണ്ടും വീണ്ടും ഓർമ്മിക്കപ്പെടുന്നത് അദ്ദേഹം ഒരു പുതിയ മൂല്യം ലോക ജനതയ്ക്ക് സംഭാവന ചെയ്യുന്നില്ല.
അങ്ങനെ ഒരു പുതിയൊരു മൂല്യോൽപാദനമാണ് കെ കൊച്ചിൻ്റെ രചനകളിലൂടെ സാധിച്ചെടുക്കാൻ അദ്ദേഹം പരിശ്രമിച്ചത് എന്നതാണ് മലയാളികളുടെ ചിന്താചരിത്രത്തിലെ കെ കൊച്ചിൻ്റെ പ്രാധാന്യമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തെ അംബേദ്കറെക്കുറിച്ച് പറയുന്ന പോലെ, അംബേദ്കർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ദളിതരുടെ എന്തോ ഒരു നേതാവാണോ എന്ന് നമുക്ക് തോന്നും. ദളിതരും പറയുന്നത് ഞങ്ങളുടെ നേതാവാണെന്ന് അവർ, അതാണ് അതിൻ്റെ ഒരു രസകരമായൊരു കൺക്ലൂഷൻ. ദളിതരും പറയുന്നത് ഞങ്ങളുടെ ആളാണ്, പൊതുസമൂഹത്തിന് താല്പര്യം അവരുടെ ആളാക്കി മാറ്റാനാണ്. മറിച്ച് ഇന്ത്യൻ ദേശീയത രൂപം കൊള്ളുന്നൊരു ഘട്ടത്തിൽ ഇടപെട്ട് ഇന്ത്യൻ ദേശരാഷ്ട്രത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കണം, അതിൻ്റെ മെക്കാനിസം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ ചിന്തകനാണ് അംബേദ്കർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇതേ പരിമിതി കെ കൊച്ചിന് മനസ്സിലാക്കുമ്പോൾ നമുക്കുണ്ട്. കെ കൊച്ചി ദളിതരുടെയും ആദിവാസികളുടെയും കാര്യം പറഞ്ഞൊരാളല്ല, അവരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് സവിശേഷമായൊരു കാറ്റഗറി എന്ന നിലക്ക് അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശരിയായിരിക്കെ തന്നെ കേരളീയ സമൂഹത്തെ വൈജ്ഞാനികമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മുടെ കാലത്ത് പരിശ്രമിച്ച അത്യപൂർവ വ്യക്തികളിൽ ഒരാളും ആ ശ്രമത്തിൽ ഭേദപ്പെട്ട വളരെ വലിയ കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിഞ്ഞ, സമൂഹത്തെ മുന്നോട്ട് ചലിപ്പിച്ച ഒരാളെന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മലയാളി സമൂഹത്തിൽ എപ്പോഴും സജീവമായിരിക്കും. അത് തികച്ചും വൈജ്ഞാനികമായ ഒരു കാര്യമായി തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കൊച്ചനെക്കുറിച്ച് ഉള്ള ഒരു പറഞ്ഞു കേട്ട ഒരു തമാശ അതോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഈ ഒരു ക്യാമ്പാണ് തൃശ്ശൂർ. അപ്പോൾ ക്യാമ്പിനെക്കുറിച്ചൊരു ലേഖനം എഴുതണമെന്ന് പറഞ്ഞിട്ട് കെ കൊച്ചിനെ ദയിപ്പിക്കുന്നു. കെ കൊച്ചിൻ്റെ ലേഖനം പുറത്തു വന്നപ്പോൾ അത് ആ ക്യാമ്പിനെ നിഷേധിച്ചുകൊണ്ടുള്ളൊരു ലേഖനമാണ്. അപ്പോൾ ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് അമ്മയെ വാഴിക്കാൻ കുറുക്കു വഴികളെന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ സാംസ്കാരിക വേദിയാണ് ക്യാമ്പ് നടത്തിയത്, അരിയന്നൂർ ക്യാമ്പ് എന്നറിയപ്പെടുന്ന സംഭവം. ഇത് പുറംവാതിൽ വഴി CPIML പ്രസ്ഥാനത്തെ കൊണ്ടുവരാനുള്ളൊരു ജോലിയാണ് എന്ന വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അപ്പോൾ അദ്ദേഹം വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ഒരാളായിട്ടാണ് അന്ന് കേരളത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കഥ. ഇതിനകത്ത് അവിശ്വാസത്തിൻ്റെ ഒരു കാര്യമില്ല. അയാളുടെ വ്യക്തിത്വ പരിശോധനയ്ക്കും ഒരർത്ഥവുമില്ല. മറിച്ച് ഒരു ചരിത്രഘട്ടത്തിൽ ജീവിച്ചിരിക്കുകയും അതിനോട് സർഗാത്മകമായി പ്രതികരിക്കുകയും അതിൽ കോൺട്രിബ്യൂഷൻ നൽകുകയും ചെയ്ത ഒരു ചിന്തകൻ എന്ന നിലയിൽ കെ കൊച്ചിന് ആധുനിക കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട് എന്ന കാര്യമാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ രചനകൾ ഇനിയും വായിക്കപ്പെടുകയും ഇനിയും പൂരിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത്. അത് മലയാളിക്ക് ആവശ്യമുള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൻ്റെ ചിന്താചരിത്രത്തിലെ പ്രധാനപ്പെട്ടൊരു അധ്യായമായി കെ കൊച്ചിൻ്റെ ജീവിതം മലയാള ചരിത്രത്തിൽ അടയാളപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കെ കൊച്ചിനെ കുറിച്ചുള്ള നിരവധി പ്രോഗ്രാമുകൾ ഞാൻ തുടക്കത്തിലേ പറയും. ഇത് വെറുതെ നടക്കുന്നതല്ല എന്നുകൂടി ജാഗ്രതയോടെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് ഈ സമുദായത്തിൻ്റെ ഒരു വളർച്ച മാറ്റത്തിൻ്റെ ഒരു 10-15 വർഷം മുമ്പാണെങ്കിൽ ജാതിയെക്കുറിച്ച് നമുക്ക് പരസ്യമായി സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. പൊതുവേദിയിൽ ദളിത് വേദികളിലൊക്കെ പറയുന്നുണ്ടാവും, പക്ഷെ പൊതുവേദിയിൽ പറയുമ്പോൾ അത് മറിഞ്ഞ് ഇന്നെല്ലാവരും തുറന്ന് സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റ് മാറ്ററായി കാസ്റ്റ് പരിവർത്തനപ്പെട്ടതിൻ്റെ പിന്നിൽ കെ കൊച്ചിൻ്റെ ജീവിതവും ഉണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ കാണേണ്ടതുണ്ട്. ആ ആദരവ് അദ്ദേഹത്തിന് നമ്മൾ ചിന്താചരിത്രത്തിൽ നൽകേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.